ലിസ്റ്റുകൾ വെട്ടിച്ചുരുക്കുന്നതിനോട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ആളെ എണ്ണം കുറയ്ക്കുന്നതിനോട് നമുക്ക് യാതൊരു എതിർപ്പില്ല. പക്ഷേ ആ കുറച്ച് ഇട്ട എണ്ണത്തിലെ ഭൂരിഭാഗം പേർക്കെങ്കിലും നിയമനം കൊടുത്തിട്ട് വേണം അടുത്ത പരീക്ഷയും അടുത്ത നോട്ടിഫിക്കേഷനും ഒക്കെ വിളിക്കാൻ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ CPOന്റെ ലിസ്റ്റിൽ 13,000 പേരുണ്ട്. ആകെ 21% പേർക്കാണ് ആകെ നിയമനം കൊടുത്തത്. അതിനു മുമ്പേ എന്ത് ചെയ്തു, ആ ലിസ്റ്റ് തീരുന്നതിന് മുന്നേ അടുത്ത റാങ്ക് ലിസ്റ്റും വന്നു, അടുത്ത പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും വന്നു. എന്തിനാണ് ഇത്ര തത്രപ്പാട്? വെറുതെ എക്സാം കാണിച്ച് ഇങ്ങനെ പ്രഹസനം നടത്തി കൊണ്ടുപോയാൽ പോരല്ലോ. ഇതില് ലിസ്റ്റിൽ വരുന്നവരെന്ന് പറയുന്നത് കാലങ്ങളോളം ഇതിന്റെ ആരും അത്രത്തോളം ഫിനാൻഷ്യലി പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല, PSCയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല വരുന്നത്. ജോലി ഇല്ലാത്തൊരു ഗതികേട് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാവരും നമുക്കൊരു ജോലി വേണം, സ്വന്തം കാലിൽ ജീവിക്കണം എന്നുള്ളൊരു ലെവലിലുള്ള ആഗ്രഹം കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് ലിസ്റ്റിൽ വന്ന് 4-5 വർഷം കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് 2019 വിളിച്ച ഒരു CPOന്റെ പരീക്ഷ 2022-23 ലിസ്റ്റും വന്ന് ഇപ്പൊ ലാസ്റ്റ് അത് എന്ത് ചെയ്യുന്നു, ഒരു 60 ദിവസം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും 21% മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ നിയമനം